2024 എന്ന പുതിയ വർഷം മലയാള സിനിമയ്ക്കും നല്ല വർഷമായാണ് പ്രേക്ഷകർ കരുതുന്നത്. പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ മലയാള സിനിമയിൽ സൂപ്പർ ഹിറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അത്തരത്തിൽ സൂപ്പർ ഹിറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. ജനുവരി 25-ന് റിലീസാകുന്ന മലൈക്കോട്ടെ വാലിബന്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിലെത്തുന്ന സിനിമയിൽ മോഹൻലാൽ നായകനാകുന്നു എന്നത് പ്രഖ്യാപനം മുതൽ തന്നെ ചർച്ചയായി മാറിയിരുന്നു. സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണിപ്പോൾ മോഹൻലാലും മറ്റണിയറ പ്രവർത്തകരും. ഇതിനിടെ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ആരാധകരെക്കുറിച്ചും ഒക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ. ഇപ്പോൾ എനിക്കെന്റെ പിള്ളേരുണ്ടടാ എന്നാണ് അന്ന് മോഹൻലാൽ പറഞ്ഞത്. ഫാൻസിനെ പറ്റി അന്ന് പറഞ്ഞതിനെ കുറിച്ച് മോഹൻലാൽ പറയുന്നത് ഇങ്ങനെയാണ്: 25 വർഷത്തെ ആഘോഷമായിരുന്നു അത്. അത്രയും വർഷം അതിൽ പ്രവർത്തിച്ച ആളുകൾ അന്നുണ്ടായിരുന്നു. 25 വർഷം മുതലുള്ളവരും അതിനുശേഷം വന്നവരും ഒക്കെ അതിലുണ്ട്. എൻ്റെ സിനിമ കണ്ട അമ്മൂമ്മയും അമ്മയും മകളും കൊച്ചുമകളും അടക്കം 4 തലമുറ വരെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ ഭാഗ്യമാണ്. ഇക്കാലം അത്രയും ഇവരാണ് നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്നും മോഹൻലാൽ പറയുന്നു. തൻ്റെ പ്രായം വെച്ച് ഫാൻസിനെ പിള്ളേരെന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ല എന്നും ലൂസിഫർ എന്ന സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് കൂടിയാണതെന്നും താരം പറയുന്നു. ഒരു അപകടത്തിൽ എന്നെ രക്ഷിക്കാൻ എൻ്റെ പിള്ളേരുണ്ടടാ എന്നാണ് അന്ന് പറഞ്ഞത്. 25 വർഷത്തോളം അവർ കാണിച്ച സ്നേഹത്തിനുള്ള നന്ദിയും മര്യാദയും കൂടിയായിരുന്നു അത്. പക്ഷേ അതിനുപയോഗിച്ച വാക്ക് അങ്ങനെയായി പോയി എന്നേ ഉള്ളൂവെന്നും മോഹൻലാൽ പറയുന്നുണ്ട്. ഫാൻസ് എന്ന് പറയുന്നത് സിനിമയുടെ വിജയത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരല്ല. അറിഞ്ഞും അറിയാതെയും മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. വിദേശത്തും ലാൽ കെയർ എന്ന സംഘടന ആശുപത്രികളും മറ്റുമായി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഫാൻസ് അസോസിയേഷനിലുള്ളവർ. അതുകൊണ്ടാണ് തനിക്ക് എൻ്റെ പിള്ളേരുണ്ടെന്ന് താൻ പറഞ്ഞതെന്നും മോഹൻലാൽ പറയുന്നുണ്ട്. അഭിമുഖങ്ങളിൽ പ്രതികരിക്കുന്ന രീതിയെക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചു. താൻ ആദ്യത്തെ സിനിമയിൽ വരുന്ന സമയത്ത് അഭിമുഖങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഇങ്ങനെയായിരുന്നില്ല എന്നും അന്നൊരു കുടുംബം പോലെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂവെന്നും മോഹൻലാൽ പറഞ്ഞു. നമ്മെപ്പറ്റിയും നമ്മുടെ സ്വഭാവത്തെ പറ്റിയും ഒക്കെ നല്ലവണ്ണം അറിയുന്ന ആൾക്കാരാണെന്നും ഇവർ ചോദിക്കുന്നതൊന്നും മോശമാണെന്ന് താൻ പറയുന്നില്ല എന്നും എന്തും ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. അതുപോലെ എന്തുത്തരം പറയണമെന്നുള്ള അവകാശം തനിക്കുമുണ്ട്. പിന്നെ നമ്മുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. ചിലപ്പോൾ തനിക്ക് പോലും അതെന്താണെന്ന് കൃത്യമായി അറിയാറില്ല എന്നുള്ളതാണ് വസ്തുത. താൻ തന്റെ വ്യക്തി ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്നല്ല, സിനിമയിൽ താൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. താൻ ഒളിച്ചു ജീവിക്കുന്ന ആളല്ല. എന്തെങ്കിലും ഒളിച്ചു ചെയ്താൽ തന്നെ നിങ്ങളത് കണ്ടുപിടിക്കുമെന്നും അതിൽ പരിഭവങ്ങളൊന്നുമില്ല എന്നും മോഹൻലാൽ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.